നഗരം നടുങ്ങിയ പകൽ. തിരുവനന്തപുരം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നഗരവും നാട്ടുകാരും അവധി ദിവസത്തിന്റെ ആലസ്യത്തിൽ. എന്നാൽ ആ ദിവസം ഉച്ചയോടെ തിരുവനന്തപുരം നഗരം ഒരു കൊലപാതക വാർത്ത കേട്ട് നടുങ്ങി. പട്ടാപ്പകൽ നഗരമധ്യത്തിലെ അലങ്കാരച്ചെടികൾ വിൽക്കുന്ന കടയ്ക്കുള്ളിൽ ജീവനക്കാരിയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് ആ വാർത്ത. 2022 ഫെബ്രുവരി 6 ഉച്ചയോടെയാണ് തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടികൾ വിൽക്കുന്ന ടാബ്സ് ഗ്രീൻ ടെക് അഗ്രി ക്ലിനിക് എന്ന സ്ഥാപനത്തിൽ വെച്ച് ജീവനക്കാരിയായ വിനീത കൊല്ലപ്പെടുന്നത്. നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിയായ വിനീത മാസങ്ങൾക്ക് മുൻപാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. ഭർത്താവ് സെന്തിൽ കുമാർ 2020 മരിച്ചതിന് പിന്നാലെ 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് താങ്ങാകാനും ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ മാനസിക ആഘാതത്തിൽ നിന്ന് കരകയറാനുമാണ് വിനീത ഈ ജോലിക്ക് കയറിയത്. നെടുമങ്ങാട്ടെ വീട്ടിൽ നിന്നും ഏറെ ദൂരെയാണെങ്കിലും സിറ്റിയിലല്ലേ, പേടിക്കണ്ടല്ലോ എന്നായിരുന്നു വിനീത അമ്മയോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നത്. പക്ഷേ ആ നഗരത്തിൽ തന്നെ കൊടും കുറ്റവാളിയുടെ കൊലക്കത്തിക്കിരയാവുകയായിരുന്നു വിനീത. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായ ലോക്ക്ഡൌണും ഞായറാഴ്ചയുമായതിനാൽ 2022 ഫെബ്രുവരി 6 അമ്പലമുക്ക് റോഡിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്നില്ല. സമീപത്തെ വീടുകളിൽ താമസക്കാരുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് അതിക്രൂരമായ കൊലപാതകം നടന്നത് ഇവരാരും അറിഞ്ഞില്ല. പോലീസ് പട സ്ഥലത്തേക്ക് കുതിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാരിൽ പലരും ഞെട്ടിക്കുന്ന കൊലപാതക വിവരമറിഞ്ഞത്. കന്യാകുമാരി തോവാള സ്വദേശിയായ രാജേന്ദ്രനാണ് വിനീതയെ പട്ടാപ്പകൽ കുത്തിക്കൊന്നത്. വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു അരുംകൊല. സംഭവം നടന്ന 5-ാം നാൾ രാജേന്ദ്രനെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. ഒടുവിൽ 3.5 വർഷങ്ങൾക്കിപ്പുറം രാജേന്ദ്രൻ കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തി.